ചേട്ടാ എന്താണ് ഇവിടെ? ഞാനൊന്നുമില്ല, ഒരു വാർത്തയായി ബന്ധപ്പെട്ട് ഇറങ്ങിയായിരുന്നു. അപ്പൊ ഈ പാടവും പച്ചപ്പും ഒക്കെ കണ്ടപ്പോ ജസ്റ്റ് ഇങ്ങനെ ഇതിലൂടെ ഒന്ന് നടന്നു നോക്കിയാ. നിങ്ങളങ്ങോട്ടാ രാവിലെ തന്നെ ചാക്കൊക്കെ ആയിട്ട്? കുറച്ച് കുരുമുളകാണ്, ഒരു ദിവസത്തെ ബുദ്ധിമുട്ടാണത്. അറിയോ, ഇതിന് നമ്മൾ കേട് ചെയ്തണ്ടേ, ഒന്ന് ഒളിക്ക് കേട്ടണ്ടേ, എന്താ ചെയ്യാ? ചേട്ടാ നിങ്ങൾ എന്റെ മുന്നിൽ തന്നെ പെട്ട എത്രയോ നന്നായി. കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്തൊരു വാർത്ത ഉണ്ട്, അത് നിങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കും. ഒരു ഹൈടെക് കർഷകനുണ്ട് നമ്മളവിടെ, മൊയ്തീൻകാന്ന് പറഞ്ഞിട്ട്. മൂപ്പര് ഒരു മണിക്കൂർ കൊണ്ട് 350 കിലോ കുരുമുളക് വെച്ചെടുക്കും. മൂപ്പര് തന്നെ കണ്ടുപിടിച്ച മെഷീനാ. പോയി നോക്കിയാലോ, നമുക്ക് കയ്യോടെ പോവാം അങ്ങോട്ട്. എന്തുണ്ട് വിശേഷം? എന്താണ് വർത്താനോ? നിങ്ങൾക്ക് 2 ഗസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞങ്ങളെ മെഷീനെ പറ്റി അറിയാൻ വേണ്ടി 2 കർഷകർ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു കുരുമുളക് എങ്ങനെയാ വിധിക്കാന്ന് ആലോചിച്ച് കിടക്കുന്നത്. എന്താ നിങ്ങളെ മെഷീനെ പറ്റി എന്നാ കാണിച്ചു തന്നെ കൊടുത്താൽ വിശദമായിട്ട്? ആയിക്കോട്ടെ. ആ പൈപ്പിലേക്ക് കോരിട്ടോളി. കുരുമുളക് നിലത്ത് കൊണ്ട് ചെരിഞ്ഞിട്ടേ അതിൻ്റെ ഇലയൊക്കെ പെറുക്കി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് കോരിയിടും. ആ പൈപ്പിൻ്റെ മുകളിൽ കൂടെ കറങ്ങിയിട്ട് നെറ്റ് വഴി അരിച്ച് തീപ്പെട്ട് വീഴും. തോക്ക വേറെ സംഭവം അതിലുണ്ട്. പിന്നെ അത് ചതയാതിരിക്കാൻ ഈ ഇതിൻ്റെ തോക്ക തന്നെയാണ് ബുഷായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ഇരുമ്പല്ല, ബുഷ് തോക്ക തന്നെ വെച്ചിട്ടുള്ളത്. തോക്കയുടെ മുകളിൽ വരയുമ്പോൾ ഒരു മുറിക്ക് കേടുവരുന്നില്ല, മണിക്ക് കേടുവരാതെ കിട്ടും. പിന്നെ തോക്ക എക്സ്ട്രാ വേസ്റ്റ് പുറത്തു കൂടെ വരും. തോക്കാൻ്റെ കണ്ട ഒരു ഉണ്ട പോലെ ഇങ്ങനെ വരും. ഒരു ദിവസം ഒരാൾ വൈകുന്നേരം വരെ ചവിട്ടുകയാണെങ്കിൽ, കാലോട് ചവിട്ടുകയാണെങ്കിൽ ഒരു 50-60 കിലോ വരെ ചവിട്ടുള്ളൂ. ഇത് മണിക്കൂറിൽ തന്നെ 250 മുതൽ 300, 350, എത്ര 2 പേരും കൂടെ എത്രത്തോളം സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ ഇരിക്കും. ആള് വാരിട്ടനുസരിച്ച് സ്പീഡിൽ. ഹൈടെക് മെഷീൻ തന്നെയാണ്. ഞങ്ങൾ സ്വന്തം നിലക്ക് തന്നെ. നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ വന്നാൽ സ്വന്തം മരിച്ചു കൊടുക്കും. കർഷകരൊക്കെ വന്നാൽ മരിച്ചു കൊടുക്കും. എന്തെങ്കിലും കറണ്ട് ചാർജൊക്കെ തന്നാൽ ഞങ്ങൾ വാങ്ങും. അല്ലാണ്ട് ഒരു ഫിക്സഡ് റേറ്റ് ഒന്നും ഞങ്ങൾ അതിന് മേടിക്കണില്ല. അത് നമ്മളെ ആൾക്കാർ കർഷകർക്ക് ഞാനും ഒരു കർഷകനും കൂടിയാണ്. അപ്പോൾ നമുക്കത് കർഷകർക്ക് ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. ഞാനും പിന്നെ നല്ല കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്. ചെയ്യുന്ന ജോലി എങ്ങനെ അനായാസമാക്കാമെന്ന് വെറുതെ ചിന്തിച്ചിരുന്നില്ല മൊയ്തീൻക. നേരിട്ട് അങ്ങോട്ട് ഇറങ്ങി. മറ്റ് കർഷകർക്ക് കൂടി മാതൃകയാക്കാൻ ഇതാ മൊയ്തീൻകയുടെ ഹൈടെക് മോഡൽ. അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.